ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇഫ്താർ സീരീസിൻ്റെ ഇന്നത്തെ റെസിപ്പി ചിക്കൻ സ്പ്രിംഗ് റോളാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതാ വീട്ടിലോട്ട് പോകുന്നുണ്ട്. ആദ്യം നമ്മൾ എല്ലില്ലാത്ത ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഇതിൻ്റെ ഒരു സൈഡൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതാ ചിക്കൻ്റെ 2 സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് കോരി മാറ്റി കൊടുക്കാം. അതിനുശേഷം ഈ എണ്ണയിലോട്ട് നമുക്ക് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള ചേർത്തെടുക്കാം. ഒരു സവാള എടുത്തിട്ടുണ്ട്. നല്ല വലിയൊരു സവാളയാണ് എടുത്തിരിക്കുന്നത്. നീളത്തിലാണ് നമ്മൾ സവാള ഒന്ന് കട്ട് ചെയ്തെടുത്തത്. ഇനി ഇതിലേക്ക് വേണ്ടത് വെജീസാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുക്കുംബർ, ക്യാരറ്റ്, ക്യാബേജ്, ഇത് 3 എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ വെജീസൊക്കെ ജസ്റ്റ് ഒന്ന് വാടി വരണം. നന്നായിട്ട് വാടണ്ട, കുറച്ചൊന്ന് വാടി വന്നാൽ മതി. ഇതാ കുറച്ചൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മസാലകൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ മാത്രം മസാലകൾ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ മസാലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന ചിക്കൻ ഒന്ന് മിക്സിക്കകത്തിട്ട് ഒന്ന് പൊടിച്ചൊന്നെടുക്കണം. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ചിക്കൻ സ്പ്രിംഗ് റോളിൻ്റെ ഫില്ലിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഷീറ്റാണ് വേണ്ടത്. അപ്പോൾ സ്പ്രിംഗ് റോൾ ഇതായി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ ഫില്ലിംഗ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലത്തെ ഷീറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഫില്ലിങ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത ശേഷം അതിൻ്റെ ഈ സൈഡ് ഇതുപോലെ ഒന്ന് മടക്കണം. ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ 2 സൈഡും അപ്പുറത്തുനിന്നും ഇപ്പുറവും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം അകത്തേക്ക്. ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ തുമ്പത്ത് കുറച്ച് മൈദമാവ് കലക്കിയതാണ്. അതും കൂടി ഇതുപോലെ ഒന്ന് എടുത്ത് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് പറക്കിയിട്ട് കൊടുക്കാം. പെട്ടെന്ന് ഫ്രൈ ആയി വരുന്നതാണ്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഈ റോൾ ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എണ്ണ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ
അപ്പോൾ എല്ലാം ഒന്ന് തിരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു കളറായി വരുമ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റി കൊടുക്കാവുന്നതാണ്. രണ്ട് സൈഡും ഈ ഒരു കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് കോരി മാറ്റി കൊടുത്ത ശേഷം ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്പ്രിംഗ് റോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ല്. ഉള്ളിൽ നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പിയുമായിട്ടുള്ള റോളാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.